KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങി. പദ്ധതിയുടെ പെരുമ്പാവൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം മനോജ് മൂത്തേടൻ MLA നിർവഹിച്ചു. തിങ്കളാഴ്ച രാവിലെ പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുമായി KSRTC ബസ്സുകളിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ പെരുമ്പാവൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡിൽ തിങ്കളാഴ്ച രാവിലെ MLA മനോജ് മൂത്തേടൻ നിർവഹിച്ചു. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ദിനമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനകീയ സർക്കാർ അധികാരം ഏറ്റെടുത്ത് ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തൊരു കാര്യം 15 ദിവസം കഴിയുമ്പോൾ നടപ്പിലാക്കി കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര അനുവദിക്കുന്ന പദ്ധതി ഇന്ന് കേരളം നടപ്പിലാക്കുകയാണ്. നമുക്കറിയാം, ഇത് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യം, UDFന്റെ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തപ്പോൾ ഞാൻ രാഷ്ട്രീയമല്ല ഔദ്യോഗിക പരിപാടി, പക്ഷെ ഇപ്പോ അറിയപ്പെടുന്ന UDFന്റെ ഗവൺമെന്റ് എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. ഒരു ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കുന്ന ഒരു ജനകീയ ജനാധിപത്യ സർക്കാരായി VD സതീശന്റെ സർക്കാർ മാറുന്നത് കൊണ്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നമ്മൾ പ്രഖ്യാപിച്ച് അത് നടപ്പിലായി കൊണ്ടുപോകുന്നത്. കേരളത്തിന്റെ സാമൂഹിക വികസന ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായി ഈ പദ്ധതി മാറുമെന്ന് പ്രിയദർശിനി വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് MLA പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ KN സംഗീത അധ്യക്ഷത വഹിച്ചു. മുൻ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി, മുൻ മുനിസിപ്പൽ ചെയർമാൻ TM സക്കീർ ഹുസൈൻ, UDF കൺവീനർ PK കുഞ്ഞുമുഹമ്മദ്, O ദേവസി, UDF ചെയർമാൻ S ഷറഫ്, കോൺഗ്രസ് കുറുപ്പമ്പടി ബ്ലോക്ക് പ്രസിഡന്റ് ജോയ് പൂണേലി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK സിന്ധു ടീച്ചർ, ബിനോയ് അരീക്കൽ, ഷൈമി വർഗീസ്, ബിന്ദു ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ അഹല്യ സദാനന്ദൻ, അൽഫോൺസ ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോജ റോയി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീബ രാമചന്ദ്രൻ, മിനി സാജൻ, മോളി തോമസ്, JB സജി, അനു അബീഷ്, VH മുഹമ്മദ്, MM ഷാജഹാൻ, ATO സാജൻ സ്കറിയ, GCI KK കുഞ്ഞുമോൻ, സ്റ്റേഷൻ മാസ്റ്റർ NB അനീഷ് കുമാർ, ADM ലിൻഡോ പൗലോസ്, INTUC നേതാക്കളായ അലിയാർ MI, AK ബാബു, ജിജോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ഗവൺമെന്റ് UDFന്റെ ഗവൺമെന്റ് ശ്രീ VD സതീശന്റെ ഗവൺമെന്റ് സൗജന്യമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ത്രീകളിൽ സന്തോഷത്തിന്റെ ചെറിയ മണിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദീർഘമായൊന്നും പറയുന്നില്ല. ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളുടെ സന്തോഷകരമായ ദിവസമാണ് ഇനി മുതൽ. ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാർക്കാണ് ഏറെ ഗുണം. തൊഴിലാളികളുടെ സുഹൃത്തുക്കൾക്ക് ഡെയിലി വരുമാന കുറവുകൾക്കൊക്കെ വളരെ സന്തോഷകരമാണ്. ഇവിടെ വന്നപ്പോൾ ചില അമ്മമാരോട് പറഞ്ഞ ചില മറ്റു വഴികളിലൊക്കെ ഈ വാഹനം ഉണ്ടാകുന്നു. KSRTCയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ യാത്രയിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന UDF ഗവൺമെന്റ് വീണ്ടും അത് ചെയ്യും. പദ്ധതി പ്രകാരം കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാനാകും. കേരളത്തിന് പുറത്തുനിന്നുള്ള സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. സ്ത്രീകളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക, പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. KSRTC ബസ്സുകളിൽ ഓർഡിനറി ബസ്സുകൾ ഒരു വാഹനം ഐഡന്റിഫൈ ചെയ്യുന്നതിന് അതിൻ്റെതായ പ്രിയദർശിനിയുടെ സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ നോക്കി കയറുവാനായിട്ട് എല്ലാ ബസ്സുകളിലും അല്ല അതിൻ്റെതായ വാഹനങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ വാഹനങ്ങൾ കൃത്യമായി കയറി ഈ ആനുകൂല്യം എല്ലാ നഗരസഭയിലും നമ്മുടെ സമീപത്തുമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ KSRTCയുടെ ഈ ഒരു സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാ നാട്ടുകാരും ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.